നമ്മൾ പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകൾ ലോക്ക് ചെയ്യാൻ വേണ്ടി പലതരം ആപ്പ് ലോക്കുകൾ നമ്മൾ ഉപയോഗിക്കലുണ്ട്. നമുക്ക് ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പാസ്വേഡ് ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ആപ്പ് ലോക്കാണ് ഈ വീഡിയോ. ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ എൻ്റെ വാട്സപ്പ് ഒന്ന് തുറന്നു നോക്കുക. തുറക്കുന്ന നേരം കാണിക്കുന്നത് എന്താ? അൺഫോർച്ചുനേറ്റ്ലി വാട്സപ്പ് ആ സ്റ്റോപ്പ്ഡ് എന്ന് ഒരു ഓക്കെ ബട്ടൺ ഉണ്ട്. അപ്പോൾ നോർമലായിട്ട് ഒരാളെടുത്ത് വാട്സപ്പ് തുറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് തുറക്കാനാകുകയില്ല. ഒരു ആപ്പ് ലോക്കാണോ ഇത് എന്ന് മനസ്സിലാവുകയില്ല. സംഭവം വാട്സപ്പിന് എന്തോ തകരാറാന്ന് വെച്ചിട്ട് അവരവിടെ വെക്കുകയും ചെയ്യും. ഇത് നമുക്ക് തുറക്കണേ എന്ത് ചെയ്യണോ? ഈ ഓക്കെ ബട്ടണിലൊന്ന് ഞെക്കി പിടിക്കുക. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു കീപാഡ് ഓപ്പൺ ആവും. ഇവിടെ നമ്മളെ സീക്രട്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വാട്സപ്പ് ഓപ്പൺ ആവും. അടിപൊളി. ഇതുപോലെ നമുക്ക് ഏത് ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യാം? നല്ല വെറൈറ്റി ആയിട്ട് ലോക്ക് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കുക. ഇതിന് നമുക്ക് ആവശ്യം ആപ്പ് ലോക്ക് വിത്ത് ഫിംഗർ പ്രിന്റ് എന്ന് പറയുന്ന ആപ്പ് ലോക്കാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റിൽ ഉണ്ടാവും. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. വളരെ സെക്യൂർ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ളൊരു ആപ്പ് ലോക്കാണ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോർ സെർച്ച് ചെയ്യുന്നവരെ ഇതുപോലെ പലതും കാണാൻ കഴിയും. അതുകൊണ്ടാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് എന്ന് പറയുന്നത്. ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നവരോ നമ്മളെ വെബ്സൈറ്റിലേക്ക് പോവുക. വെബ്സൈറ്റിലേക്ക് പോയി ചിലർ പറയും ഇത് പ്ലേ സ്റ്റോറിലൊന്നുമല്ല പുറത്തെവിടെയോ ഉള്ളതാണെന്ന്. അതൊന്നല്ല, പ്ലേ സ്റ്റോറിലാണ്. വെബ്സൈറ്റിൽ ഏറ്റവും താഴെ ഭാഗത്തൊരു പച്ച ബട്ടൺ ഉണ്ടാവും. അവിടെ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടാവും. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യുക അതൊന്ന് നോക്കാം. ആദ്യം ഓപ്പൺ ചെയ്താൽ ആദ്യം തന്നെ നമുക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്യണം. ഒരു 4 അക്ക പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ ടിക്ക് മാർക്ക് ഉണ്ട്. അത് കൊടുത്തിട്ട് ഒന്നുകൂടി അതേ പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് കൺഫേം ചെയ്യാം. അതിനുശേഷം ഫിംഗർ പ്രിൻറ്റ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ യെസ് കൊടുത്താൽ മതി. ഞാനിപ്പോൾ കൊടുക്കുന്നില്ല. യെസ് കൊടുത്താൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് കൂടിയാവും. ഇങ്ങനെ വരുന്ന സ്ക്രീനിൽ താഴെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ടാവും. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മേലൊരു ബട്ടൺ ഉണ്ട്, അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. മേലൊരു ലോക്ക് ചിഹ്നം കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന നേരം 1-2 പെർമിഷൻ ചോദിക്കും, അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആപ്ലിക്കേഷൻ എല്ലാം വരും. അതിൽ നമുക്ക് ഏത് ആപ്ലിക്കേഷനാണോ ലോക്ക് ചെയ്യേണ്ടത് അതിന് നേരെയുള്ള ഈ ലോക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഫേക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓക്കെ കൊടുത്തേക്കുക. പിന്നെ നമ്മൾ ലോക്ക് ചെയ്ത് ഏത് ആപ്ലിക്കേഷനാണോ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്ന നേരം അൺഫോർച്ചുനേറ്റ്ലി സ്റ്റോപ്പ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോപ്പപ്പ് മെസ്സേജ് ആകാണ്. ഇങ്ങനെ വരുന്ന മെസ്സേജിൽ ഒരു ഓക്കെ ബട്ടൺ ഉണ്ടാവും. നമുക്കിത് തുറക്കണമെങ്കിൽ ആ ഓക്കെ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മളെ പാസ്വേഡ് എൻ്റർ ചെയ്ത് ഓപ്പൺ ചെയ്യാം. അടിപൊളിയല്ലേ? അപ്പോൾ വളരെ സിമ്പിളായിട്ട് സെക്യൂറായിട്ട് നമുക്ക് ഏത് ആപ്ലിക്കേഷനും ലോക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ആപ്പ് ലോക്കാണ്. ആവശ്യക്കാർ ഉപയോഗിക്കുക. ആവശ്യക്കാർ മാത്രം ഉപയോഗിക്കുക. ഉപയോഗിക്കുന്നവരുടെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കൊടുത്തേക്ക് നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തുസ് മെപ്പിയൂർ. താങ്ക് യു സോ മച്ച്.